പഠിക്കാം മുൻകാല ചോദ്യങ്ങൾ കോഡിലൂടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പോൾ കൊഴിഞ്ഞ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുള്ള ഒരു മരം, അതിൻ്റെ മണ്ട എന്തായിരിക്കും? കാലിയായിരിക്കും അല്ലേ? കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു മരത്തിൻ്റെ മണ്ട എന്തായിരിക്കും? മണ്ട എന്നതിൽ നിന്ന് ജോസഫ് മുണ്ടശ്ശേരി കണക്ട് ചെയ്ത് വെക്കാലോ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. ഒന്നുകൂടെ പറയാം. ഇലകളെല്ലാം കൊഴിഞ്ഞിട്ടുള്ള ഒരു മരത്തിൻ്റെ മണ്ട എന്നതിൽ നിന്ന് മുണ്ടശ്ശേരി കണക്ട് ചെയ്ത് വെക്കാം. മണ്ട കാലിയായിരിക്കും. ഇനി കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞ കാലം KP കേശവമേനോൻ. KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? കഴിഞ്ഞ കാലം ഭയങ്കരമായിട്ട് നമ്മളെ കയ്യിൽ കാശുണ്ടായിരുന്നു എന്നോർത്താൽ മതി കേട്ടോ. കഴിഞ്ഞ കാലം കയ്യിൽ കാശുണ്ടായിരുന്നു എന്നോർത്താൽ കാശ് എന്നതിൽ നിന്ന് KP കേശവമേനോൻ കണക്ട് ചെയ്യാലോ. കേശവമേനോൻ, കാശ്. കഴിഞ്ഞ കാലം കയ്യിൽ കാശുണ്ടായിരുന്നു എന്നോർത്താൽ മതി. അപ്പോൾ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോന്റെ ആത്മകഥയാണ്. ഇനി ജോസഫ് മുണ്ടശ്ശേരി, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. അപ്പോൾ കൂട്ടത്തിൽ തന്നെ പഠിക്കാം. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ഇനി ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? കേരളത്തിലേത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇന്ത്യയിലേത് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? കാലം ശരിയായി എന്നോർത്താൽ മതി. കാലം ശരിയായി. അപ്പോൾ ആദ്യകാലങ്ങളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമായിരുന്നില്ല അല്ലേ? അപ്പോൾ കാലം ശരിയായപ്പോഴാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങിയത് എന്നോർത്താൽ മതി. അപ്പോൾ കാലം എന്നതിൽ നിന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് കണക്ട് ചെയ്ത് വെക്കാം. ശരി എന്നതിൽ നിന്ന് മുണ്ടശ്ശേരിയും കണക്ട് ചെയ്യാലോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ ജോസഫ് മുണ്ടശ്ശേരിയാണ്.